ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ദയവേദി ഇരിക്കുക. നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം കുട്ടികൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അനേകം ചേട്ടന്മാരും ചേച്ചിമാരെല്ലാം വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള OIT എഴുതുന്നു, പിന്നെന്താ IELTS എഴുതുന്നു, പിന്നെന്താ ഓരോ തരത്തിലുള്ള പരീക്ഷകൾ എഴുതുന്നു, തലകുത്തി മറിയുന്നു, ഓടുന്നു, പരക്കം പായുന്നു. അങ്ങനെ വളരെ തിരക്കിലാണ് പല ആളുകളും. അതുപോലെ ചേട്ടന്മാരാണെങ്കിൽ കടം വീട്ടാൻ വേണ്ടി ഓടി നടക്കുന്നു, പിന്നെ സ്ഥലം വിൽക്കാൻ വേണ്ടി ഓടി നടക്കുന്നു. അതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കുടുംബത്തെ ഒന്ന് സ്റ്റഡിയാക്കാൻ വേണ്ടി അത്യുധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒത്തിരി പേരെന്താ വെച്ചാൽ രോഗങ്ങൾ ചികിത്സിച്ച് ശരീരത്തെയൊക്കെ ഒന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾക്കൊന്ന് നേരെ വിധത്തിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒത്തിരി പേര് കുടുംബ പ്രശ്നങ്ങളൊക്കെ നേരെയാക്കി ഭാര്യയായിട്ടുള്ള പ്രശ്നമൊക്കെ പറഞ്ഞു തീർത്ത് എല്ലാം ഒന്ന് നല്ല സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് കുടുംബമൊക്കെ ഒന്ന് ശരിയാക്കാൻ, ബന്ധങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി അവരുടെ കഠിനമായ പരിശ്രമം, അത്യധ്വാനം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം ചെയ്താലും നാം കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ജെറമിയ പ്രവചനത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 21-ാമത്തെ തിരുലിഖിതം, ജെറമിയ 9-ാം അധ്യായം 21-ാമത്തെ തിരുലിഖിതം. മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു, നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു. ആ 2 സെൻറ്റൻസാണ് ഇന്ന് ചിന്തിക്കാൻ എനിക്കൊരു പ്രചോദനം. മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു, നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകകളിലും രൂപതകളിലും സഭാ സമൂഹങ്ങളിലും മരണം കയറി വരുന്ന കിളിവാതിലുകൾ, നമ്മുടെ കൊട്ടാരങ്ങളിലേക്ക് മരണം പ്രവേശിക്കുന്ന വാതിലുകളുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ഓരോ കുടുംബനാഥനും ഓരോ കുടുംബനാഥയും ചിന്തിക്കണം. യാക്കോബ്, ഇന്ന് നമ്മുടെ സാബു ബ്രദർ നമ്മൾ സംസാരിച്ചു, പൂർവ്വപിതാവ് യാക്കോബ്. കാര്യം ശരിയാണ്, അനുഗ്രഹം പ്രാപിക്കുന്നു, ചാടുന്നു, മറിയുന്നു, ഒരുപാട് അധ്വാനിക്കുകയാണ്. എന്തിനാ? എങ്ങനെയെങ്കിലും കുറച്ച് ഉയരാൻ വേണ്ടിയാണല്ലോ അധ്വാനിക്കുന്നത്. പക്ഷേ എന്താ റിസൾട്ട്? ഒരുപാട് സങ്കടം, ഒരുപാട് വേദന, ഒരുപാട് മനപ്രയാസം, ഒരുപാട് മനസ്സിടിവ്, ഒരുപാട് ഭാരം, ഒരുപാട് ദുഃഖം തളം കെട്ടി കിടക്കുകയാണ്. ആ ജീവിതത്തിൻ്റെ ആ മുഖം കുനിഞ്ഞ് പോകുക എന്നല്ല, നിവരുന്നില്ല. ആദ്യത്തെ 20 വർഷക്കാലം എന്താ ഇത്? മരണം ഇങ്ങനെ കയറി വരികയാണ്, ജീവിതത്തിലേക്ക് തകർച്ച ഇങ്ങനെ കയറി വരികയാണ്. ഒരു വാതിൽ അടയ്ക്കുമ്പോഴേക്കും അടുത്ത വാതിൽ പൊളിച്ച് ഇതത് കയറി വരികയാണ്. തകർച്ചകൾ, ദുഃഖങ്ങൾ, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇന്ന് ഈ രാത്രി കർത്താവ് പറയണത്, അത്യാഹിതങ്ങൾ, മരണം അല്ലെങ്കിൽ തകർച്ച അല്ലെങ്കിൽ അത്യാഹിതം കയറി വരുന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കാൻ ദൈവത്തിൻ്റെ വചനം ഇന്ന് ഈ രാത്രി നമ്മളെ നിർബന്ധിക്കുകയാണ്. ജീവിതത്തിൽ തകർച്ച കയറി വരുന്ന വഴികളെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കണം. ഈ തകർച്ച ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. യാക്കോബ് തകർച്ച ഒഴിവാക്കാൻ എന്ത് ചെയ്തു? അവൻ ദൈവത്തോട് അങ്ങോട്ട് ഐക്യത്തിലായി. അവൻ ദൈവത്തോട് ഹൃദയം തുറന്നങ്ങ് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സഹോദരൻ്റെ അടുത്തേക്ക് പോയി തകർച്ച എവിടെയുണ്ടായോ അതങ്ങോട്ട് പരിഹരിക്കാൻ വേണ്ടി നടപടിയെടുത്തു. ഏസാവിൻ്റെ അടുത്തേക്ക് പോയി കരഞ്ഞു, അങ്ങോട്ട് 2 പേരും കൂടെ കെട്ടിപ്പിടിച്ച് ആ തകർന്ന, അല്ലെങ്കിൽ എവിടെയാണോ ജീവിതത്തിൻ്റെ തകർച്ച ആരംഭിച്ചത് ആ തകർച്ചയിലേക്ക് ചെന്ന് അവിടെ പരിഹരിക്കാൻ വേണ്ടി യാക്കോബ് അവൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ക്ലേശം, അതിൻ്റെ കഷ്ടത, അതിൻ്റെ റിസ്ക് യാക്കോബ് ഏറ്റെടുത്ത് ചെയ്തു. അപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരവസ്ഥ മാറി മറ്റൊരവസ്ഥയിലേക്ക് ഉയർന്നു. അവൻ ദൈവത്തോടൊത്ത് ഭരിക്കുന്നവനായി മാറി. അവൻ്റെ പേര് തന്നെ ദൈവം അങ്ങനെയാക്കി മാറ്റി, ദൈവത്തോടൊത്ത് ഭരിക്കുന്നവൻ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ യാക്കോബിനുണ്ടായ ചില ഒരു തകർച്ചയുടെ കാര്യമാണ് സഹോദരൻ പറഞ്ഞത്. എന്ത്? സഹോദരനെ ചതിച്ചു, അല്ലെങ്കിൽ സത്യമില്ലാതെ പെരുമാറി, ദൈവത്തിൻ്റെ അഭിഷേകം ഇല്ലാതെ പ്രവൃത്തികൾ ചെയ്തു. അങ്ങനെ ജീവിതത്തിൽ നിർബന്ധമായും നിശ്ചയമായും തകർച്ച കൊണ്ടുവരുന്ന
ചില പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ രാത്രി നമ്മെ നിർബന്ധിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചേ: കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തെ ഈ സമയം വചനത്തിന് വേണ്ടി ഒരുക്കണമേ. വചനത്തിന് വേണ്ടി ഒരുക്കണമേ. എൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചയും മരണവും ദുഃഖവും എല്ലാ അധപതനങ്ങളും കയറി വരുന്ന തകർച്ചയുടെ വഴികളെ കുറിച്ച് തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. ഒന്ന് നിങ്ങളുടെ കൈയുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന, യേശുവേ ആരാധന. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ വഴിയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം. സുഭാഷിതം 6:14. എന്താ അവിടെ കാണുന്നത്? അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. അവൻ എല്ലാവരും ചേർന്ന് ഒരുമിച്ചെന്ന് വായിച്ച വചനം: അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. അപ്പോൾ അവൻ്റെ പ്രവൃത്തി എന്താ? അവൻ്റെ പ്രവൃത്തി അനൈക്യം വിതയ്ക്കുക, ഡിസ്യൂണിറ്റി. യൂണിറ്റി കൊണ്ടുവരിക എന്നുള്ളതല്ല. ചിലർ വന്നാൽ അവിടെ ഐക്യം ഉണ്ടാവും. എന്നാൽ ചിലർ വന്ന് അവിടെ ഇവിടെ രണ്ട് വാക്ക് സംസാരിച്ചു ഗ്രൂപ്പീസാകും. 2 ഗ്രൂപ്പാവും, അല്ലെങ്കിൽ 3 ഗ്രൂപ്പാവും, അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ മാനസികമായി അകന്നു പോകും പലതരത്തിൽ. അപ്പോൾ എന്താ? സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ, സ്പിരിറ്റ് ഓഫ് ഡിസ്യൂണിറ്റി, അനൈക്യം, ഭിന്നത, വിഭാഗീയത, കലഹം, അകൽച്ച, ഇതൊക്കെ വിതയ്ക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ വിതയ്ക്കുന്ന ആളുകൾ ഈ രാത്രി എവിടെയൊക്കെ വിതച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ അനുദപിച്ച് പരിഹരിച്ചില്ലെങ്കിൽ വിനാശം നമ്മുടെ ജീവിതത്തിലേക്ക്, അത് ഏത് ജീവിതത്തിലും, വൈദികനായാലും സിസ്റ്ററായാലും, അത് ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും, സാധാരണക്കാരായ ആത്മായ സഹോദരന്മാരാണെങ്കിലും, യുവതിവാക്കന്മാരാണെങ്കിലും, കുട്ടികളാണെങ്കിലും, അത് അവരുടെ ജീവിതങ്ങളിലേക്ക് അത് നിർബന്ധമായും തകർച്ച കൊണ്ടുവന്നിരിക്കും. തകർച്ച കയറി വരും. അതിനെക്കുറിച്ച് ബാക്കിയുള്ള വചനങ്ങൾ 6-ാം അധ്യായം 14 തൊട്ട് 19 വരെ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 14-ാം അധ്യായം 19 വരെ വാക്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. തന്മൂലം പെട്ടെന്ന് അത്യാഹിതം അവൻ്റെ മേൽ നിപതിക്കും. നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും. നല്ല ചേട്ടനായിരുന്നു, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് നന്മ പ്രവർത്തിക്കുന്ന ചേട്ടനായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ആൾ സംസാരിച്ച ഭിന്നതയാണ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. കുടുംബത്തിൽ ഭിന്നത ഉണ്ടാക്കുക, സഹോദരങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കുക. അങ്ങനെയുള്ള വ്യക്തി, തിന്മയ്ക്ക് കളമൊരുക്കുന്ന വ്യക്തി മനസ്സിലാക്കണം, ഓൾ ഓൺ എ സഡൻ, പെട്ടെന്ന് അവൻ്റെ മേൽ അത്യാഹിതം നിപതിക്കും. നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-ാമത് ഒന്നുകൂടി അവിടെ നമ്മൾ മ്ലേച്ഛമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്. ഇതൊന്നും ഐക്യം കൊണ്ടുവരുന്നതല്ല. ഈ ഐക്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ തന്നിഷ്ടത്തിൽ നടക്കുന്നവരെന്ന് ഓർത്തോ. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നുണ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കുക, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൊണ്ടുന്ന കള്ളസാക്ഷി, ഇതെല്ലാം ദോഷമാണ്. ഇതെല്ലാം നാശം കൊണ്ടുവരും. എന്നാൽ ഇതിൻ്റെ വളരെ മകുടമായി കർത്താവ് ഒരു കാര്യം വെക്കുകയാണ്: സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഇത് കേൾക്കുന്നവരൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ അങ്ങനത്തെ ഒരു പ്രകൃതമുണ്ടോ? അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ടോ? എന്ന് പറഞ്ഞാൽ ഐക്യത്തിൽ ഇരിക്കുന്നവരുടെ ഇടയ്ക്ക് ചെന്ന് അവിടെ പറഞ്ഞ് കൂട്ടിക്കൊളുത്തി തമ്മിലടിപ്പിക്കുക. നമ്മൾ നിമിത്തം ഏതെങ്കിലും സ്നേഹത്തിൽ ഐക്യത്തിൽ ഇരുന്നിരുന്ന ഏതെങ്കിലും സമൂഹം നമ്മൾ നിമിത്തം ഭിന്നതയിലേക്ക് പോയിട്ടുണ്ടോ?
നമ്മൾ നിന്ന് കലഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ നിന്ന് തമ്മിലടി ആയിട്ടുണ്ടോ? നമ്മൾ ദിവസം നല്ല മറ്റുള്ളവരെ സംശയിക്കാൻ ആരെങ്കിലും ഇടവന്നിട്ടുണ്ടോ? മറ്റുള്ളവരെ വെറുക്കാൻ ഇടവന്നിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നിങ്ങൾക്ക് വേണ്ടി കണ്ണ് തുറന്ന് കാത്തിരിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. വിനാശം കണ്ണ് തുറന്ന് കാത്തിരിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ പ്രതിവിധി ഇല്ലാത്ത വിധം തകർന്നു പോകുന്ന വിധമുള്ള വിനാശമായിരിക്കും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ക്ഷണനേരം കൊണ്ട് വന്ന് ഭവിക്കുക എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ പ്രസംഗിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും സകല മക്കൾ ഗ്രഹിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ നല്ല അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി എന്താ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്? അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി. ഇതിപ്പം അത് വൈദിക വിദ്യാർത്ഥികളാണെങ്കിലും, അത് വൈദികരാണെങ്കിലും, അത് സിസ്റ്റേഴ്സ് ആണെങ്കിലും, സഭാ സമൂഹങ്ങളാണെങ്കിലും, ഇടവകക്കാരാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ധാരാളം അനുഗ്രഹവും തലമുറകൾക്ക്, അടുത്ത തലമുറയും വരാ തലമുറകളെല്ലാം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവം എന്താ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അതാണ് ജെറമിയ 32:39. ജെറമിയ 32:39. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും എന്നേക്കും നന്മ വരുത്തുന്നതിന് എന്തു ചെയ്യും? അവർ എന്നേക്കും എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക ഹൃദയവും നൽകും. യൂണിറ്റി. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉള്ളൊരു സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉള്ളൊരു സമൂഹം എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഉള്ള സമൂഹമാണ്. ഭയങ്കര ഹൃദയ അടുപ്പം. എന്താ പറഞ്ഞത്? ഒരു തുണിയുടെ നെടുകയും കുറയുള്ള ഇഴകൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിലെ സഹോദരന്മാർ ഇങ്ങനെ എന്താ ഊടും പാവും. അങ്ങനെ ഒരു സെൻറ്റൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഊടും പാവും. അങ്ങനെ ഉണ്ടാവും? ഊടും പാവും ഇല്ല അല്ലേ? തുണിയൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഊടും പാവും, നെടുകയും കുറുകയുള്ള സംഗതിയാണ് പറയണത്. ഊടും പാവും എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോവ ചെന്ന പാവ് എന്ന് പറഞ്ഞ വേറൊരു സാധനമാണ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു തുണിയിലെ അതിൻ്റെ നാരുകൾ, അതിൻ്റെ നൂലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാകിയിരിക്കുന്നത് പോലെ ഒരു കുടുംബത്തിൽ സഹോദരിമാരും ഒറ്റക്കെട്ടായിരുന്നാൽ, ഒരു ഇടവകയിൽ ജനങ്ങൾ അതുപോലെ ഇരുന്നാൽ, ഒരു സമൂഹത്തിലുള്ള മക്കൾ അങ്ങനെ, ഒരു വൈദിക സമൂഹം മുഴുവൻ അങ്ങനെ ഇരുന്നാൽ, ഒരു കുടുംബത്തിലുള്ളവർ അങ്ങനെ ഇരുന്നാൽ അതിന് വലിയ പ്രതിഫലമാണ് അവർക്ക് കർത്താവ് പറയുന്നത്. അവർക്ക് ശേഷം അവരുടെ തലമുറകൾക്കും എന്നേക്കും നന്മയുണ്ടാകാൻ കർത്താവ് തരുന്നൊരു ഗിഫ്റ്റാണത്, കൃപയാണത്. അത് ചോദിച്ചു വാങ്ങണം. എന്ത്? ഹൃദയ ഐക്യം. അതിന് നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നത ഉണ്ടാക്കുക. 5 പേരുണ്ടെങ്കിൽ 5 ഗ്രൂപ്പായിട്ട് തിരിയും. ഒന്നിനോട് പൊരുത്തപ്പെടാതിരിക്കും. ഒരു നാഴി വേറൊരു നാഴികത്ത് ഇറങ്ങാത്ത പോലെ എല്ലാം ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ ഓരോ മരക്കൊമ്പത്തിരിക്കും. ഓരോ മരക്കൊമ്പത്തിരിക്കുന്ന ഓരോ കുരങ്ങന്മാരെ പോലെ ഇങ്ങനെ നമ്മളിരിക്കുക. എല്ലാവരും ഓരോ കൊമ്പത്തിന് രാജാവായി ഓരോരുത്തരിയ്ക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതല്ല ക്രിസ്തീയ അരൂപി, അതല്ല ക്രിസ്തീയ കുടുംബം, അതല്ല ക്രിസ്തീയ സമൂഹം, അതല്ല ക്രിസ്തീയ സഭ. ഇത് യോജിക്കണം. ഒന്നൊന്നിനോട് യോജിക്കണം. കഴിവുള്ളവർ കഴിവില്ലാത്തവർ തമ്മിൽ യോജിക്കണം. കഴിവുള്ളവർ തമ്മിൽ യോജിക്കണം. അങ്ങനെ ഒന്നൊന്നിനോട് ചേർന്ന് ഒരു കയ്യിലെ വിരലുകൾ യോജിച്ച് പ്രവർത്തിക്കുന്നത് കണ്ടിട്ടില്ലേ? തള്ളവിരലുണ്ട്, ചൂണ്ടാണി വിരലുണ്ട്, നടുവിരലുണ്ട്, മോതിര വിരലുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള വിരലുകളാണ്. അതെല്ലാം നോക്കിയേ, എല്ലാം ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് എന്താ, ഇത് വിചാരിച്ച പല കാര്യങ്ങളും നടക്കും. എന്നാൽ നിങ്ങൾ തള്ളവിരലില്ലെന്ന് വിചാരിക്കുക. തള്ളവിരൽ ഇല്ല, ബാക്കി 4 സ്ട്രോങ്, നീണ്ടതാണ്, സുന്ദരന്മാരാണ്, ഭയങ്കര യോഗ്യന്മാരാണ്, 4 വെരി ഗുഡ്. തള്ളവിരലിനെ കാണുമ്പോൾ ഒരു അവജ്ഞ, എന്താ ഒരു പുച്ഛം, എന്താ ഉയരവും ഇല്ല, വീർത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുച്ഛം. അപ്പോൾ എന്തായി? എന്നാൽ പിന്നെ തള്ളവിരലിനെ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്തു. പിന്നെ ഈ 4 അങ്ങോട്ട് കൂടി വടംവലിക്ക് പോയ എന്താ കാര്യം? ഈ 4 കേമന്മാരായിട്ട് പോയി എവിടേക്ക്? വടം വലിക്കാൻ വേണ്ടി. എന്താവും? പോയതിനേക്കാൾ വളരെ തകർന്ന അവസ്ഥയിൽ തിരിച്ചിങ്ങ് പോരും. ഒരു സ്ഥലത്ത് ഇവർക്ക് വിജയിക്കാൻ പറ്റില്ല. ഇവരെല്ലാം ഈ 4 പേരുടെ വിജയത്തിന് വേണ്ടിയാണ് ദൈവം ഈ തള്ളവിരലിനെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ തള്ളവിരലിനെ അങ്ങനെ നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ ഓരോരുത്തരും
പ്രിയപ്പെട്ട ഈ വിരലിൽ ആർക്കാ ഒരു സമാന പ്രകൃതമുള്ളത്? ഈ ചെറുവിരലിൻ്റെ സ്ഥിതിയും തള്ളവിരലിൻ്റെ സ്ഥിതി എത്രയോ ഡിഫറൻ്റാണ്. ഈ ചൂണ്ടാണി വിരലും ചെറുവിരലും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. ഈ തള്ളവിരലും മോതിരവിരലും തമ്മിൽ എത്ര ഡിഫറൻസാണ്. ഒന്നിനോട് ശരിക്കും പൊരുത്തമില്ലാത്തതാണ്. പക്ഷേ ഇതെല്ലാം കൂടെ കൂടി നല്ല ഐക്യത്തിൽ കൊണ്ട് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, വിജയം സുനിശ്ചിതമാണ്. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. തന്നെ കൈ ഉയർത്തിക്കുക. ഐക്യത്തിൻ്റെ ആത്മാവ്, ഒരു ഐക്യത്തിൻ്റെ അഭിഷേകം, ഒരു കൃപ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും വരട്ടെ, എല്ലാ ഹൃദയങ്ങളിലേക്കും വരട്ടെ. അനൈക്യത്തിന്റെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി കത്തി ചാമ്പലായി പോകട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കർത്താവേ, ഒന്നൊന്നിനോട് പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം അനൈക്യം വിതയ്ക്കുന്ന എല്ലാ അന്ധകാര പീഡകളും അന്ധകാര സ്വഭാവങ്ങളും അന്ധകാര പ്രകൃതങ്ങളും ഈ രാത്രി പരിശുദ്ധാത്മ ശക്തി സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഇവിടെ റൂഹാമോണ്ട് നോക്കിയേ പല പ്രകൃതമുള്ളവരാണ്. പക്ഷെ ഇതെല്ലാവരും ദൈവം ഒന്നിച്ച് വെച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന പാട്ട് പാടുന്ന ആളുടെ പ്രകൃതം ഒന്ന്, പിന്നെ എന്താ ക്യാമറ പിടിക്കുന്ന ആളുടെ പ്രകൃതം വേറൊന്ന്, പിന്നെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ പ്രകൃതം മറ്റൊന്ന്, പിന്നെ നമ്മുടെ പല ആളുകളുടെ പ്രകൃതം ഓരോ വിധത്തിലാണ്. പക്ഷെ എന്താണ്, ഇതൊക്കെ പ്രകൃതങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യല്ല. ഇതെല്ലാവരും അവർ എക്സ്പ്രസ് ചെയ്തൊക്കെ ജീവിച്ചാൽ പോലും എന്താണ്, അതിനേക്കാൾ അപ്പുറത്ത് ദൈവഭയത്തിൽ, കർത്താവിനോടുള്ള ഭയത്തിൽ, കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇതെല്ലാം കൂടെ കൂടി ഒരുമിച്ചിരിക്കാൻ ദൈവം ഒരു കൃപ അങ്ങോട്ട് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു എന്താ പറയണത്, ആത്മാവിൽ ഒരു ഐക്യം കർത്താവ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായി, കാരണം വേദനയുണ്ട്, ത്യാഗമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കാര്യങ്ങൾ കർത്താവ് ഈ ഓരോരുത്തരെയും നയിച്ചു ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും അധ്വാനങ്ങളിലും കൂടെ നിൽക്കുകയാണ് കർത്താവ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് ഈ ഐക്യത്തിന് കൃപയ്ക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തത്, നമ്മുടെ കുടുംബത്തിലേക്ക് മരണം കയറി വരാൻ ഇടയാക്കുന്ന നമ്മുടെ ദുഷിച്ച സ്വഭാവം, അധപ്പതിച്ച പ്രകൃതി എന്ന് പറയുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതത്തിലുണ്ട്. സുഭാഷിതം 17:13. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടൊഴിയുകയില്ല. ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന്, എന്താ ഉപകാരത്തിന് പകരം അപകാരം? അപകാരം എന്ന് പറഞ്ഞാൽ എന്താ? അപകാരം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഉപകാരം എന്ന് പറഞ്ഞതാ ഉപകാരം, ഹെൽപ്പ് അല്ലേ, ഹെൽപ്പ് ചെയ്യുക. അത് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നവരാണ് ഉപകാരം ചെയ്യുന്നവർ. അപകാരം എന്ന് പറഞ്ഞാലോ, നമ്മൾ ഹെൽപ്പിന് പകരം നമ്മൾ അങ്ങോട്ട് ദോഷം ചെയ്യുക, ഉപദ്രവം ചെയ്യുക, ഹാം ചെയ്യുക അല്ലേ. നമ്മൾ അവർക്ക് പെയിൻ കൊടുക്കുക. നമ്മുടെ അമ്മ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നു, നമ്മൾ തിരിച്ച് അമ്മയ്ക്ക് പെയിൻ കൊടുക്കുന്നു. അപ്പോൾ ഉപകാരത്തിന് പകരം അപകാരമായി. ഒരാൾ നമുക്ക് ഒരു 5 ലക്ഷം രൂപ വീട് പണിയാൻ, അല്ലെങ്കിൽ മകളെ കെട്ടിക്കാൻ വെച്ചിരുന്ന 5 ലക്ഷം തന്നു, എന്ത് അത്യാവശ്യത്തിന് തന്നതാണ്. പിന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ കണ്ടത് കൂട്ടിക്കോ, കിട്ടിയാൽ മേടിച്ചോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുക. എന്തായി? ഉപകാരത്തിന് പകരം അപകാരമായി അല്ലേ. ഉപകാരത്തിന് പകരം അപകാരമായി. Praise the Lord. Praise the Lord. Hallelujah. 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ ചിലരുടെ പ്രകൃതം അങ്ങനെയാണ്. ഉപകാരത്തിന് ഞാൻ ചില വീടുകളിൽ കണ്ടത് ഒഴിയാപാത പോലെ ചില പ്രത്യേക യാതൊരു പരിഹാരവും ഇല്ലാത്ത പ്രത്യേക തരത്തിലുള്ള രോഗങ്ങളും പ്രത്യേക തരത്തിലുള്ള തകർച്ചകളും പ്രത്യേക തരത്തിലുള്ള വഴക്കുകളും പ്രത്യേക തരത്തിലുള്ള കലഹങ്ങളും പ്രത്യേക തരത്തിലുള്ള സാമ്പത്തിക തകർച്ചകളും അങ്ങനത്തുള്ള ശത്രുക്കളുടെ ഉപദ്രവങ്ങളെല്ലാം എന്താ നമ്മളെന്താ ചെയ്യുക? ഈ കഴുതമുള്ള പിടിച്ച പോലെ അങ്ങോട്ടും പോയാലും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത പോലെ ആകുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെന്താ കാരണം? ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടൊഴിയുകയില്ല. എന്നുവെച്ചത് പറഞ്ഞ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആരെങ്കിലും നമുക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ തിരിച്ച് നന്ദി വേണം.
നന്ദി നമ്മൾ പരസ്പരം ഓർമ്മിക്കണം. നമ്മൾ പറയണത് നമ്മൾ ദൈവത്തോട് നന്ദി, സഭയോട് നന്ദി, സമൂഹത്തോട് നന്ദി, ഉദ്യോഗസ്ഥന്മാരോട് നന്ദി. ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ആത്മാർത്ഥമായി ജനങ്ങളെ സേവിക്കുന്നവരുണ്ട്, ജനങ്ങളെ ശുശ്രൂഷിക്കുന്നവരുണ്ട്, നമ്മളെ കൈപിടിച്ച് വളർത്തുന്നവരുണ്ട്, അപ്പൻ്റെ സ്ഥാനത്ത് പോലെ നിന്ന് വളർത്തുന്നവരുണ്ട്, ആങ്ങളമാരെ പോലെയും പെങ്ങന്മാരെ പോലെയും നമ്മൾ ഒത്തിരി സഹായിക്കുന്നവരുണ്ട്. എല്ലാ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരോട് ഒരു റെസ്പെക്റ്റ്, ഒരു ആദരവ്, ഒരു നന്ദി. അങ്ങനെ നന്ദിയുണ്ടെങ്കിൽ നിങ്ങൾ വെറും കൈയോടെ അവിടേക്ക് ഇറങ്ങിപ്പോയാലും ശരി, തക്ക സമയത്ത് നിങ്ങൾക്കൊരു അനുഗ്രഹം കർത്താവ് ഉയർത്തും. അതാണ് സിറ എന്ന് പറഞ്ഞ പ്രഭാഷകൻ്റെ പുസ്തകം 3:31. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യം. നന്ദിയുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കാണാം. എന്താ ഗുണം? നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും, തീർച്ച. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും, തീർച്ച. എന്നാൽ ഉപകാരത്തിന് പകരം അപകാരം ചെയ്താലോ അവൻ്റെ വീട്ടിൽ നിന്ന് തിന്മ വിട്ടൊഴിയുകയില്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് IELTS എഴുതുന്നു, അതെഴുതുന്നു, ഇതെഴുതുന്നു, പരീക്ഷയ്ക്ക് പഠിക്കുന്നു, തലകുത്തി മറിയുന്നു. പിന്നെ യാക്കോബ് ഓടിയ മാതിരിയുള്ള ഓട്ടമാണ്. യാക്കോബ് പറയാണ്, കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഓടിയാകുന്നു, അല്ല എന്താ ഉറക്കം ഓടിയാകുന്നു, കാർന്ന് തിന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം വേദനിക്കും. അത് അബ്രാഹത്തിൻ്റെ അനുഗ്രഹമുള്ള കുടുംബത്തിൻ്റെ അനുഗ്രഹമുള്ള സന്തതിയാണ് 20 വർഷം ഇതേപോലെ കഷ്ടതയും ദുഃഖവും കാർന്ന് തിന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഉള്ള ഓരോ മേഖല എവിടെ. അപ്പോൾ യാക്കോബ് അത് മനസ്സിലാക്കി വേഗം പോയി രമ്യതപ്പെട്ടു. ഏസാവുമായിട്ടുള്ളതാണ് ശരിക്കും ആണിക്കല്ല്. അത് യാക്കോബിന് മനസ്സിലായി. യാക്കോബ് വേഗം പോയി രമ്യതപ്പെട്ടു, ക്ലിയർ. പിന്നെ അങ്ങോട്ട് ദൈവത്തോടൊത്ത് ഭരിക്കുന്നവൻ ഇസ്രായേൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രിൻസ് ഓഫ് ഗാഡ്. ഇസ്രായേൽ പ്രിൻസ് ഓഫ് ഗാഡ്, ദൈവത്തോടൊത്ത് ഭരിക്കുന്നവൻ. അതുപോലെ ഓരോ മേഖലകൾ കറക്റ്റ് ചെയ്തെടുത്താൽ ജീവിതത്തെ വചനത്തിന് തൂക്കുകെട്ട് വെച്ച് ബിൽഡപ്പ് ചെയ്തെടുക്കണം. ബിൽഡപ്പ് ചെയ്തെടുക്കണം. ഓരോ ദിവസവും ഡേ ബൈ ഡേ നമ്മൾ ജീവിതത്തെ ബിൽഡപ്പ് ചെയ്യണം വചനം വെച്ച്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തത്, നമ്മുടെ ജീവിതത്തിൽ തകർച്ച കൊണ്ടുവരുന്ന മൂന്നാമത്തെ കാര്യമാണ് അഹങ്കാരത്തെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങളിൽ ഒരുപാട് മേഖലകളിൽ അഹങ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന് പ്രിയപ്പെട്ടതല്ല അഹങ്കാരി പാപനിമിത്തം ജഡിക പാപത്തിലേക്ക് നിബന്ധിക്കും. അപ്പോൾ പിന്നെന്താ, അവന് പ്രിയപ്പെട്ടതെല്ലാം കീടങ്ങളെ പോലെ കർത്താവ് തകർത്ത് കളയും. വിശുദ്ധ ലിഖിതങ്ങളിൽ ജെറമിയായുടെ പുസ്തകത്തിൽ 50-ാം അധ്യായത്തിൽ 31-32 വാക്യങ്ങൾ കർത്താവ് പറയുകയാണ്, അഹങ്കാരി, നീ ഇങ്ങനെ പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ നീ പാഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അബ്സലോം തൂങ്ങിക്കടന്നതുപോലെ നീ തൂങ്ങിക്കിടക്കും. പിന്നെ നിന്നെ രക്ഷിക്കാൻ ആർക്ക് കഴിയില്ല. അബ്സലോം ദാവീദിൻ്റെ ഏറ്റവും പ്രിയ മകനായിരുന്നു അബ്സലോം ദാവീദിനെതിരെ നന്ദികേട് കാണിച്ച്, ദാവീദിനെതിരെ പടയൊരുക്കി, ദാവീദിനെതിരെ എല്ലാം ചെയ്ത് അവനങ്ങനെ പടയോട്ടത്തിൽ അവൻ ഒരു മുടിചൂടാ മന്നനായി വിജയത്തിന്മേൽ വിജയം നേടി പോണ സമയത്ത് അവൻ പടയോട്ടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അവൻ്റെ മുടി ഒരു കരുവേലക മരത്തിലുടക്കി അവനങ്ങനെ തൂങ്ങിക്കടന്നു. പിന്നാലെ വന്ന പട്ടാളക്കാർ അവനെ അവിടെ വെച്ച് കുത്തിക്കൊന്നു. ഇത് വളരെ ദാരുണമായൊരു സംഭവമായിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടത്, ആർക്കും സഹായിക്കാൻ പറ്റില്ല. കുതിര ഓടിപ്പോയി, ഇയാൾ തൂങ്ങിക്കിടക്കുകയാണ്. ശത്രുപട്ടാളം വന്നപ്പോൾ അവിടെ വെച്ചിട്ട് കുത്തിക്കൊന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ജെറമിയ 50-ാം അധ്യായം 31-32 വാക്യങ്ങൾ എന്താ വചനം പഠിപ്പിക്കുന്നത്? അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിന്നെ കൈകാര്യം ചെയ്യുന്നവർ. അടുത്തത്, അഹങ്കരിക്കുന്നവൻ കാല് തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ. ആ ഭാഗമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അഹങ്കരിക്കുന്നവൻ കാല് തട്ടി വീഴും. അത് ഏതാ വചനം? ഒന്ന് വായിച്ചു നോക്കിയേ. അഹങ്കരിക്കുന്നവൻ കാല് തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. എഴുന്നേൽപ്പിക്കാൻ ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നീ വീഴും. അല്ലെങ്കിൽ നീ വീഴുന്ന സ്ഥലത്ത് ആരും ഉണ്ടായിരിക്കും നീ എഴുന്നേൽപ്പിക്കാൻ. അബ്സലോം അവിടെ തൂങ്ങി കിടക്കുകയാണ്. ശത്രുക്കൾ പിന്നാലെ കുന്തമായിട്ട് വരികയാകുമ്പോൾ
കുതിര ഓടിപ്പോയി. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താ അഹങ്കാരി? അഹങ്കാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ അബ്സലോമിനെയും കൂട്ടരെയും വന്ന് ചിന്തിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ വിചാരിക്കും വലിയ വലിയ കഥാപാത്രങ്ങൾ, വലിയ കഥാപാത്രങ്ങൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെയുണ്ട് ഇഷ്ടം പോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ. അഹങ്കാരത്തിന് നല്ല അവാർഡ് കിട്ടേണ്ട ആളുകൾ ഇരിക്കുന്നുണ്ട്. ദേ വായിച്ചു നോക്കിയേ, പ്രഭാഷകൻ 27-ാം അധ്യായം 28-ാമത്തെ വാക്യം. പ്രഭാഷകൻ 27-28. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്കറിയാൻ പറ്റുന്ന അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെ പോലെ വഴിയിൽ അവനെ കാത്തിരിക്കുകയാണ്. പ്രതികാരം സിംഹത്തെ പോലെ കാത്തിരിക്കുന്നു. അഹങ്കാരിയിൽ നിന്ന്, ശ്രദ്ധിച്ച് വായിച്ചേ, അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പരിഹാസവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇതുപോലെ ഈ കാര്യങ്ങൾ, തകർച്ചകൾ കടന്നു വരുമ്പം നമ്മൾ ചെറിയ ഒരു പരിപാടി കാണിച്ചിട്ട് എന്ത് കാര്യം? പ്രതികാര സിംഹത്തെ, ഈ ഒരു സിംഹം ഇരയുടെ അടുത്തേക്ക് വരുമ്പം ആ ഇരയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഹം ഇരയുടെ അടുത്തേക്ക് വരികയാണ്. ഈ സിംഹത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി, സിംഹത്തിൻ്റെ 10-1 ശക്തിയുള്ളൂ. കടുവ, നമ്മുടെ വയനാട്ടിലെ കടുവേനെ ഓർത്താൽ മതി. അത് കുറച്ചൊക്കെ മനസ്സിലാവും മലയാളികൾക്ക്, കടുവയും മോഴയാനെയൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതികാരം സിംഹത്തെ പോലെ ഇങ്ങോട്ട് വരുമെന്നാണ് പറയണത്. അതിനെ പുറകോട്ട് ഓടിക്കാനൊന്നും ആർക്കും സാധ്യമല്ല. Praise the Lord. Praise the Lord. Hallelujah. 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരുത്തുന്ന അതിപ്രധാനമായ മൂന്നാമത്തെ ഒരു മണ്ഡലമാണിത്. എന്ത്? നാം അഹങ്കാരത്തോടെ ദൂഷണവും പരിഹാസവും പറയും. അഹങ്കാരത്തിൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ ഉന്മാദത്തിലുള്ള അർമാദിക്കൽ. അത് ഓരോ സ്വഭാവത്തിൽ നമുക്കത് കാണാൻ പറ്റും. അടുത്തത്, നമ്മുടെ കൊട്ടാരങ്ങളിലേക്ക് മരണം കയറി വരാൻ നമ്മൾ തന്നെ സ്ഥാപിച്ചിട്ടുള്ള കിളിവാതിൽ. അടുത്തൊരു കിളിവാതിലാണ് ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുക. പ്രഭാഷകൻ 27-29. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 3 പേര് ഒരുമിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുക. അതിലൊരാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർ നല്ല മിടുക്കനാണ്, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പൊരുത്തപ്പെടുന്നില്ല. അസൂയായിരിക്കാം, അല്ലെങ്കിൽ താൻപോരിമഭാവമായിരിക്കാം, അതും അല്ലെങ്കിൽ മുഷ്കായിരിക്കാം, അല്ലെങ്കിൽ എതിർപ്പായിരിക്കാം, അല്ലെങ്കിൽ വിമത സ്വഭാവം, എന്തെങ്കിലും ആയിരിക്കാം. എന്തെങ്കിലും ഒരു പീഡ ഒരു കീട സ്വഭാവം ഉള്ളിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്താ, ആ ആളിങ്ങനെ ഉയർന്നു വരുമ്പോൾ നമുക്കിങ്ങനെ പറ്റണില്ല. പെട്ടെന്നാണ് അയാൾക്ക് എല്ലാവരും മുമ്പിൽ വെച്ച് ഒരു അധപ്പതനം ഉണ്ടായി, ഒരു വഴക്ക് കേട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പരാജയം ഉണ്ടായി. അപ്പോൾ പുറത്തൊന്നും പറഞ്ഞില്ല, ഉള്ളുകൊണ്ട് ഒരു സന്തോഷം. ഒരു സന്തോഷം. അദ്ദേഹം നല്ല ആളാണെന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്, എല്ലാം ശരിയാണ്. പക്ഷേ എന്താ, നമുക്കത് ഒരു വിഷമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തകർച്ച വന്നു. അദ്ദേഹം എന്തെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലാതെ എന്തെങ്കിലും, അദ്ദേഹം വളരെ പബ്ലിക്കായിട്ട് തകർന്നു. അപ്പോൾ എന്തായി, ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ സെലിബ്രേഷനായി, മനസ്സുകൊണ്ട് ആനന്ദിക്കുകയാണ്. ചിലർ പബ്ലിക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഒരുപാട് മാന്യന്മാർ പബ്ലിക്കായിട്ടെന്ന് പറഞ്ഞില്ല, പക്ഷേ മനസ്സുകൊണ്ട് ഗൂഢമായി ആനന്ദിക്കും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും. പ്രഭാഷകൻ 27-29. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും. മരണത്തിന് മുമ്പ് വേദന അവനെ വിഴുങ്ങും. നിങ്ങളുടെ ഇടവകയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുകാരുണ്ട്. അട്ടപ്പാടിക്ക് ബസ്സിൽ ആളെ കൊണ്ടുവരുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് പുള്ളിനകത്ത് ഒരു അംഗീകാരമില്ല. ആ പുള്ളിക്ക് ഒരു തകർച്ച വന്നാൽ കൊട്ടി ഘോഷിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിക്കുകയും. ദൈവഭക്തൻ്റെ കാര്യം ദൈവം നോക്കും, പക്ഷേ നിങ്ങളുടെ കാര്യം ആര് നോക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരു വികാരിച്ചിനൊരു വീഴ്ച വന്നു, ഒരു വികാരിച്ചിനൊരു തകർച്ചയുണ്ടായി. വികാരിച്ച് ശരിക്കും ശക്തമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന ആളായിരുന്നു. പക്ഷേ ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഒരു വീഴ്ചയുണ്ടായി. അത് എല്ലാവരും പരസ്യമായി. എന്തായി, അത് പറഞ്ഞിട്ട് തീരാത്ത പോലെ അങ്ങോട്ട് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യാം, ആനന്ദിക്കുക.
ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും. മരണത്തിന് മുമ്പ് വേദന അവനെ വിഴുങ്ങും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ പോലും ശമനമില്ലാത്ത തരത്തിലുള്ള വേദന കുടുംബത്തിലേക്ക് കയറി വരാൻ ഇത് കാരണമാകും. ആർക്കും കെടുത്താൻ വരാതെ അഗ്നി പോലെ ശരീരത്തിൽ വേദന വന്ന് വേദന കൊണ്ട് പൊളഞ്ഞ് നമ്മൾ കഷ്ടപ്പെടും. നമ്മുടെ യാക്കോബിൻ്റെ ജീവിതത്തിൽ മറ്റൊരു വിധത്തിൽ അദ്ദേഹം സങ്കടപ്പെട്ടതുപോലെ നമ്മൾ ആർക്കും ഒരു മെഡിസിനും ഒരു ഡോക്ടർക്കും ഒരു വൈദ്യനും ഒരാൾക്കും ഒരു സുഹൃത്തിനും ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുപോലെ വേദന കൊണ്ട് ഒരു പക്ഷേ പൊളഞ്ഞ് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലെല്ലാം വേദന കൊണ്ട് നിറയാൻ കാരണമാകുന്ന ഈ ഒരു പ്രധാന മേഖല ദൈവഭക്തൻ്റെ തകർച്ചയിൽ ആനന്ദിക്കുന്നൊരു പ്രകൃതം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ പുറപ്പെട്ട് ചെല്ലണം. നമ്മൾ ദൈവത്തോട് അനുദപിച്ച് പറയണം. ആ വ്യക്തിയോട് അനുരഞ്ജനപ്പെടണം. ആ വ്യക്തിയെ നമ്മൾ ആദരിക്കണം. ദൈവഭക്തനെ നമ്മൾ ആദരിക്കണം. ദൈവഭക്തനെ ആദരിക്കണം. 15-ാമത്തെ സങ്കീർത്തനത്തിൽ അതുണ്ട്. ദൈവഭക്തനോട് ആദരം കാണിക്കുന്നവൻ. ആരാണ് കർത്താവിൻ്റെ വിശുദ്ധഗിരിയിൽ വസിക്കുന്നത്? ആരാണ് കർത്താവിൻ്റെ വിശുദ്ധ കൂടാരത്തിൽ വസിക്കുന്നത്? കറ കൂടാതെ ജീവിക്കുന്നവൻ, ദൈവഭക്തനോട് ആദരം കാണിക്കുന്നവൻ. ദൈവഭക്തനോട് ആദരം കാണിക്കുന്നവനെ കർത്താവ് തന്നെ വിശുദ്ധിയിലും കൃപയിലും ഉയർത്തും. ഇന്ന് ഒരുപാട് പേർക്ക് വിശുദ്ധിയിലും കൃപ ഉയരാൻ പറ്റുന്നില്ല. മാത്രമല്ല, അവർ വിശുദ്ധിയിൽ നിന്ന് അധപതിച്ച് പോവുകയാണ് ചെയ്യണത്. അവർ കൃപയിൽ നിന്ന് അധപതിച്ച് പോവുകയാണ് ചെയ്യണത്. എന്താണ്? ദൈവഭക്തനോട് ആദരം കാണിക്കുന്നതിന് പകരം ചില ദൈവഭക്തന്മാരോട് ആദരം ഉണ്ടായിരിക്കും. ചിലർക്ക് എന്നോട് ആദരം ഉണ്ടായിരിക്കും, വേറെ ചില അച്ഛന്മാരോട് പുച്ഛമായിരിക്കും. ചിലർക്ക് വേറെ ചില അച്ഛന്മാരോട് ആദരവുണ്ടാവും, എന്നോട് പുച്ഛമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടത്, അതല്ല ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആദരവ്, ഇഷ്ടമില്ലാത്തൊരു പുച്ഛം, അതല്ല. എല്ലാ ദൈവഭക്തന്മാരോടും ആദരവ്. അനുകൂലമാണോ പ്രതികൂലമാണോ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല. ദൈവഭക്തനാണോ ആദരവ് കാണിക്കുക. ഒന്ന് ഉച്ചത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ദാവീദ് രാജാവ് ഇങ്ങനെ ഒരു ഗുഹയിലിരിക്കുകയാണ്. സാവൂൾ 3000 പട്ടാളക്കാരോട് കൂടെ വന്ന് ദാവീദിനെ കൊല്ലാൻ വേണ്ടി 3000 പട്ടാളക്കാരുമായിട്ട് ദാവീദിനെ പിന്തുടർന്നിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് മരുഭൂമിയുടെ. അങ്ങനെ ദാവീദ് ഓടി ഓടി മാറി 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 മരുഭൂമിയിലൂടെ രക്ഷപ്പെട്ട് ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ച്. അങ്ങനെ ദാവീദ് അനുചരന്മാരൊരു ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പം ഒരു ദിവസം അറിയാതെ സൗൽ രാജാവ് ആ ഗുഹയ്ക്കുള്ളിൽ കയറി മലമൂത്ര വിസർജനം നടത്തുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ പറഞ്ഞു, നിൻ്റെ ശത്രുവിനെ നിൻ്റെ കൈകളിൽ ദൈവം ഏൽപ്പിക്കുന്ന വചനം ഇതാ പൂർത്തിയാകാൻ പോവുകയാണ്. ഇതാ ശത്രു, നിനക്കിപ്പോൾ ഇഷ്ടം പോലെ ഇദ്ദേഹത്തിനെ നിനക്ക് വധിക്കാം, ഞങ്ങൾ പോയി വധിച്ചിട്ട് വരാം എന്ന് പറയുകയാണ്. ഉടനെ ദാവീദ് പറയാണ്, ഇല്ല, കർത്താവിൻ്റെ അഭിഷിക്തനെ എതിരെ കൈ ഉയർത്തും. ഞാൻ കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കൈ ഉയർത്തുകയില്ല. ഞാൻ കർത്താവിൻ്റെ അഭിഷിക്തനെ വേദനിപ്പിക്കില്ല. നോക്കിയേ, ദാവീദിനെ കൊല്ലാൻ നടക്കുകയാണ്. ദാവീദിനെ ഒരിക്കലും പുള്ളി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ കർത്താവിനോടുള്ള ഭയം കാരണം ദാവീദ് ഈ സാവൂളിനോട് ഒന്നും ചെയ്യുന്നില്ല. ദൈവഭക്തനെ ആദരിക്കുകയാണ്. എഴുന്നേറ്റ് വന്നേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരുന്ന വഴികൾ അറിഞ്ഞ് നമ്മളെ ഈ നോമ്പ് കാലം കുറച്ച് വീണ്ടും വിചാരത്തിൻ്റെ കാലം കൂടെയാണ്. ഈ 2-3 മേഖലകളെക്കുറിച്ച് ഗൗരവത്തിൽ ഒന്ന് ചിന്തിക്കണം. നമ്മളിങ്ങനെ അനുഗ്രഹം നിങ്ങൾ എത്ര പേര് അനുഗ്രഹം പ്രാപിക്കുന്നു, എത്ര പേര് ബ്ലെസ്സിങ്സ് മേടിക്കുന്നു, എത്ര പേര് കുർബാനയിൽ ആശീർവാദം വാങ്ങിക്കുന്നു, പക്ഷേ ഈ ആശീർവാദമൊക്കെ പ്രാപിച്ചാലും ഈ അബ്രാഹത്തിൽ നിന്ന് ഈ ഇസഹാക്കിൽ നിന്ന് യാക്കോബ് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടും പിന്നെയും കടന്ന് കഷ്ടത, പിന്നെയും കടന്ന് അലഞ്ഞ് തിരിയുന്നത് പോലെ 20 വർഷം ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവനും 20 വർഷം ഇങ്ങനെ അലഞ്ഞ് അങ്ങനെ ഉറക്കമില്ലാതെയും സുരക്ഷിതതയില്ലാതെയും വഞ്ചനയിലും ചതിയിലകപ്പെട്ടും ആരും പോലും ഇല്ലാതെ അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യം പോലും ഇല്ലാതെ അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഇത്രമാത്രം ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതം എവിടെയാണ് തകർച്ച, എൻ്റെ ജീവിതം എവിടെ വെച്ചാണ് ഞാൻ ഇങ്ങനെയുള്ള വചനങ്ങൾ ലംഘിച്ചത്? കർത്താവേ, ഈ രാത്രി ഇടപെടണമേ. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുക, ഉച്ചത്തിലൊന്ന് സ്തുതിക്കുകയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹത്തിന്റെ വഴികളിൽ എന്നെ തടസ്സപ്പെടുത്തി കെട്ടിയിട്ടിരിക്കുന്ന തിന്മകൾ അറിയാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. കർത്താവേ, എന്നെ സഹായിക്കണമേ. ഈ രാത്രി അങ്ങ് കൃപ തോന്നി സഹായിക്കണമേ കർത്താവേ. ഈ രാത്രി അവിടുത്തെ പരിശുദ്ധ രക്തം തന്നെ കഴുകണമേ കർത്താവേ. ഈ രാത്രി എൻ്റെ ആത്മാവിനോട് കരുണ തോന്നണമേ കർത്താവേ. ഈ രാത്രി അവിടെ ഇടപെടണമേ കർത്താവേ. ഈ രാത്രി കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തം എൻ്റെ മേൽ ഒഴുക്കണമേ കർത്താവേ. നെറുക്കം മുതൽ ഉള്ളങ്കാല് വരെ തിരുരക്തം എന്നെ കഴുകണമേ കർത്താവേ. ഓ യേശുവേ, എൻ്റെ മേൽ കൃപയായിരിക്കണമേ കർത്താവേ. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നെ കരുണ തോന്നണമേ കർത്താവേ. ഈ രാത്രി എന്നെ കഴുകണമേ കർത്താവേ. ദുഷ്ട സ്വഭാവത്തിന് എന്നെ കഴുകണമേ കർത്താവേ. പാപ സ്വഭാവത്തിന് കഴുകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഓ യേശുവേ, ഓ യേശുവേ, അവിടുത്തെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, യേശുവേ. ഹൃദയം നുറുങ്ങി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ലക്ഷ്യത്തിലെത്താത്ത കുടുംബങ്ങളെ ഈ രാത്രി കഴുകണമേ കർത്താവേ. യേശുവേ, കഴുകണമേ. ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.